പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ 5-ാം ഭാഗം നമ്മൾ കേട്ടു. അതിൽ സ്വർഗത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ്റെ അജ്ഞത മാറ്റി അതിൻ്റെ സാങ്കേതിക വശങ്ങൾ, അത് നിർമ്മാണ ഘടകങ്ങൾ, അത് യാഥാർത്ഥ്യമാണോ, അങ്ങനെ ഒരു സംഭവമുണ്ടോ എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു, നമ്മൾ പാതാളത്തെക്കുറിച്ച് പഠിച്ചാലേ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കാരണം നമുക്കറിയാം, ഉത്തര ധ്രുവമുണ്ടെങ്കിൽ ദക്ഷിണ ധ്രുവമുണ്ട്, കടലുണ്ടെങ്കിൽ കരയുണ്ട്, സമതല പ്രദേശമുണ്ടെങ്കിൽ പർവ്വത പ്രദേശങ്ങളുണ്ട്, സൂര്യനുണ്ടെങ്കിൽ ഭൂമിയുണ്ട് എന്നതുപോലെ നിശ്ചയം ഒന്നിനോടൊന്ന് ഇണചേർന്നു വരുന്നതും ഒന്നിനോടൊന്ന് കടപ്പെട്ടതും ഒന്നിൻ്റെ മറുവശവുമായ ഒരു സംഭവത്തിൻ്റെ നിഗൂഢ രഹസ്യമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, സൂര്യനുണ്ടെങ്കിൽ ചന്ദ്രനുണ്ട്, ചന്ദ്രനുണ്ടെങ്കിൽ ഭൂമിയുണ്ട്, സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിയില്ല, ഭൂമിയില്ലാതെ സൂര്യൻ നിലനിൽക്കാൻ പറ്റിയില്ല. ഇതെല്ലാം ഒരു പൂരകാവസ്ഥയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇതുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് പാതാളം എന്ന യാഥാർത്ഥ്യം സത്യമാണോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മൾ ആണവ ബോംബുകളെ ആണെന്നും അതിൻ്റെ സ്ഫോടനത്തിലാണ് ഇതിൻ്റെ ഭയാനകമായ അഗ്നിയും ചൂടും ഉണ്ടാകുന്നതെന്നും നമ്മൾ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക വശങ്ങൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അഗ്നി തടാകം എന്നാണ് വെളിപാടിൻ്റെ പുസ്തകം തന്നെ 20-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയാണ്: അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചനും വസിച്ചിരുന്ന ഗന്ധക തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ ഒന്ന് പറഞ്ഞ ശേഷം അതിൻ്റെ തന്നെ 14-ാം തിരുവചനത്തിൽ വരുമ്പോൾ മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. അവിടെ അങ്ങനെ പറയുന്നു. വീണ്ടും അതിൻ്റെ 21:8 വരുമ്പോൾ വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം, ഗന്ധക തടാകം, തീയും ഗന്ധകവും എരിയുന്ന അഗ്നി തടാകം. ഇങ്ങനെയൊക്കെ ഒരു തടാകത്തെക്കുറിച്ച് ഒരു റൗണ്ടിൽ ഉള്ള ഒരു തടാകം, ഒരു വെള്ളം കിടക്കുന്ന ഒരു തടാകം എന്ന് പറഞ്ഞാൽ ശുദ്ധജല തടാകം, തണ്ണീർ തടാകം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു റൗണ്ടിലാണ് കിടക്കുന്നത്, റൗണ്ടിൽ പരന്നാണ് കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്ന ഒരു തടാകം, അത് അഗ്നിപ്പൊയ്ക, തീപ്പൊയ്ക എന്നൊക്കെ നമ്മൾ പറയും. ഈ തീപ്പൊയ്ക രൂപം പ്രാപിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത്, ഈ ആണവ ബോംബുകൾ തന്നെ നമുക്കറിയാം ഭൂമിക്കുള്ളിലേക്ക് തുരന്നിറങ്ങുന്ന ബോംബുകളുണ്ടെന്നാണ് പറയുക. മറ്റൊന്ന്, ഈ യുദ്ധങ്ങൾ അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് പോകുമ്പോൾ ബഹിരാകാശത്ത് നടക്കുന്ന ആണവ യുദ്ധങ്ങളിൽ ബഹിരാകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ആകാശത്ത് നിപതിക്കുമെന്നും അത് ഭൂമിയിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ നമ്മൾ വിശുദ്ധഗ്രന്ഥത്തിൽ വായിക്കുന്നത്. അതുപോലെ തത്തുല്യമായിട്ട് തന്നെ നാസയുടെ പഠനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, ഏതൊരു വലിയ ഉൽക്ക ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്നും അത് വന്ന് ഭൂമിയിൽ പതിച്ചാൽ അതങ്ങ് താഴ്ന്നു പോകും, വലിയ ഗർത്തമുണ്ടാകുമെന്നൊക്കെ ശാസ്ത്രീയമായിട്ടും പറയുന്നുണ്ട്. അപ്പം അതിന് ആത്മീയ തലവും പറയുന്നുണ്ട്, അതിന് ശാസ്ത്രീയ തലവും പറയുന്നുണ്ട്. ഇത് രണ്ടും വിവക്ഷിക്കുന്നത്, ഈ ഉയരത്തിൽ നിന്ന് വലിയ ഉൽക്കയോ നക്ഷത്രമോ ഭൂമിയിലേക്ക് നിപതിച്ചാൽ അത് ഭൂമി തുളച്ച് ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. കാരണം വളരെ ശക്തിയോടെയാണ്, വളരെ ഭാരം മുകളിൽ നിന്ന് വരുന്നത്. അങ്ങനെ വരുന്ന ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ഭൂമിയുടെ ഉള്ളിൽ ലാവ, 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ള തിളച്ചു മറിയുന്ന ഒരു പഴുത്ത ദ്രാവകം പോലെ കിടക്കുന്ന ഒരു സംഭവമാണ് ലാവ എന്ന് പറയുന്നത്. നമുക്ക് അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ നമുക്കറിയാം ഇത് പുറത്തേക്ക് വരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് സത്യമായിട്ട് അറിയാം. ഇതൊന്നും നുണയല്ല, ശാസ്ത്രീയമായിട്ട് നമ്മൾ ലോകം കാണുന്നതാണ്. അഗ്നി തടാകത്തെ ഭൂമിക്കുള്ളിലും ഒരു അഗ്നി തടാകമുണ്ട്. ആ ഭൂമിക്കുള്ളിലെ അഗ്നി തടാകം ഭൂമിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വന്ന് അത് പുറത്തിങ്ങനെ ഒരു അഗ്നി തടാകമായിട്ട് കിടക്കും. അപ്പോൾ അതിനകത്ത് ശാസ്ത്രീയമായിട്ട് മനുഷ്യർ കണ്ടുപിടിക്കുന്ന ഗന്ധകം, അതിൻ്റെ അഗ്നി തടാകത്തിൽ ഗന്ധകം എന്ന സാധനമുണ്ട്. അതിനകത്ത് മറ്റേ ഇരുമ്പ്, ചെമ്പ് സാധനങ്ങളെല്ലാം ഉരുകിയ ലോഹങ്ങൾ ഉരുകി കിടക്കുകയാണ്. അതിനകത്ത് അത്രമാത്രം ചൂടുള്ള സാധനമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ തണുത്തുറഞ്ഞ അതിൻ്റെ പാറക്കല്ലുകൾ ഇടിച്ചു പൊടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മിനറൽസ്, അതായത് മറ്റ് ഈ ലോഹങ്ങളുടെ അംശമുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നു. അപ്പോൾ അത് സത്യമാണ്, നമുക്കറിയാം. അപ്പോൾ അഗ്നി തടാകം, ഈ അഗ്നി ഭൂമിക്ക് പുറത്തേക്ക് വരുമ്പോൾ ഭൂമിക്ക് മുകളിൽ എന്താണ്,
ആണവ സ്ഫോടനം നടന്ന ചൂടാണ്. അത് 10,000 ഡിഗ്രി, 20,000 ഡിഗ്രി, 30,000 ഡിഗ്രി, ഏകദേശം 1 കോടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്കാണ് ചൂട്. ഈ രണ്ടും കൂടെ അങ്ങ് കൂടുമ്പോൾ അതിനിടയ്ക്കുള്ള മൺപടലം, ആ മൺപടലം അങ്ങോട്ട് എന്നേക്കുമായിട്ട് കത്തിപ്പോകുന്നു. മണ്ണ് എന്ന സാധനം ഭൂമി ഇല്ലാത്ത വിധം ഭൂമിക്കുള്ളിലെ അഗ്നിയുടെ ചൂടും ഭൂമിക്ക് മുകളിലെ ആണവ ചൂടും കൂടെ ഒന്നാകുമ്പോൾ മൺപടലം മൊത്തം കത്തിപ്പോകുമ്പോൾ ഭൂമി മൊത്തം ഒരു അഗ്നിയുടെ തടാകമായിട്ട് മാറുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയ വചനമാണ്. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ പറയുന്നു, ഗന്ധക തടാകത്തിലേക്ക് എറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഗന്ധക തടാകത്തിലേക്ക്. പിന്നെ അഗ്നി തടാകം എന്നും പറയുന്നു. തീയും ഗന്ധകം എരിയുന്ന അഗ്നി തടാകം എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമാണ്, സത്യമാണ്, നമുക്ക് മനസ്സിലാക്കേണ്ട ശാസ്ത്രീയമായ തെളിവ് നമുക്കുണ്ട്. അതിൽ തന്നെ നമുക്കറിയാം സെഫാനിയയുടെ പുസ്തകത്തിലൊരു വചനമുണ്ട്. സെഫാനിയ എന്ന പുസ്തകത്തിൽ സെഫാനിയയുടെ പുസ്തകത്തിലൊരു വചനം പ്രത്യേകം ദൈവം എഴുതി ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ ഇത് AD 90 കാലഘട്ടങ്ങളിൽ യോഹന്നാൻ വെളിപാടിൽ എഴുതിയ വചനമാണ്. അതിന് BC ഭാഗത്ത് വരുമ്പോൾ, BC കാലഘട്ടത്തിൽ, AD അല്ല, BC കാലഘട്ടത്തിൽ വരുമ്പോൾ അവിടെ എഴുതിയത് സെഫാനിയയുടെ പുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് 1-ാം അധ്യായത്തിന് അതിൻ്റെ 18-ാം തിരുവചനത്തിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ പാതാളം എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കും തോറും സ്വർഗം എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമുണ്ട്, മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിങ്ങനെ എഴുതിയിരിക്കുന്നു, അസഹിഷ്ണുമായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവനും ദഹിച്ചു പോകും. ഭൂവാസികളെ മുഴുവൻ അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും. ഇതാണ് വചനം. ആ വചനം നിങ്ങൾക്ക് ഞാൻ അർത്ഥം പറയേണ്ട ആവശ്യമില്ല, പൂർണ്ണമായിട്ട് ഉന്മൂലിച്ചു. അതിൻ്റെ AD എഴുതിയ, അതായത് ഏകദേശം 1900 വർഷം, 1900 വർഷങ്ങൾ അല്ല, ശരിക്കും പറഞ്ഞാൽ 2000 വർഷമാകാൻ ഇനി 9 വർഷം മാത്രമേ ഉള്ളൂ. ആ AD എഴുതിയതാണ് അഗ്നി തടാകം, തീയും ഗന്ധവും എരിയുന്ന അഗ്നി തടാകം. ഇതാണ് 2ാമത്തെ മരണം എന്നൊക്കെ വെളിപാടി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പാതാളം എന്ന സത്യം ഒരു നിശ്ചിത ടൈമിൽ രൂപം പ്രാപിക്കുന്നതാണ്. ഒരു നിശ്ചിത സാഹചര്യത്തിൽ, നിശ്ചിത പദ്ധതിയിൽ, നിശ്ചിത പശ്ചാത്തലം ഒരുങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ പാതാളം എന്ന് പറയുന്നത്. അപ്പോൾ പാതാളമുണ്ടെന്നുള്ള ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക്, ഞാൻ ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി സ്വർഗത്തിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിൽ വെളിപാടിൻ്റെ വെളിപ്പെടുത്തൽ എന്ന 5-ാം ഭാഗത്തിൽ ഞാൻ സ്വർഗത്തിൻ്റെ ചില ഭാഗത്തെക്കുറിച്ചുള്ള ഭാഗം ഞാൻ വായിച്ചു വെച്ചിരുന്നു. എന്നിട്ട് അതിനുശേഷം ബാക്കി അതിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ സംഭവങ്ങളും പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് വായിച്ചു. അതിൻ്റെ വെളിപാട് ഗ്രന്ഥത്തിൽ 4-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതിനു ശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കാനിരിക്കുന്നത് എനിക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതി ലയിച്ചു. അതാ സ്വർഗത്തിലൊരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ഈ സിംഹാസനം എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്? നമുക്കത് ഭൂമിയിലിരുന്ന് മനസ്സിലാക്കണം. സ്വർഗത്തിൽ സംഭവിക്കുന്ന കാര്യത്തെ നമുക്ക് ഭൂമിയിലിരുന്ന് മനസ്സിലാക്കാൻ വേണ്ടി സിംഹാസനം എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ രാജകീയ കസേരയെന്നോ രാജകീയ കൊട്ടാരമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. സിംഹാസനം എന്ന് പറഞ്ഞാൽ സിംഹം ആസനം വെച്ചിരിക്കുന്ന സ്ഥലം എന്നാണ്. ഒരു സിംഹം എന്ന് പറയുന്നത് നമുക്കറിയാം കാട്ടിലെ രാജാവാണ്. കാട്ടിലെ രാജാവ്, മറ്റു മൃഗങ്ങളെല്ലാം കാട് അടക്കി ഭരിക്കുന്ന രാജാവാണ് മൃഗരാജാവ്, അത് സിംഹം എന്ന് പറയുന്നത്. ആ സിംഹം നിന്ന് കഴിഞ്ഞാൽ സിംഹത്തിന് നേരെയുള്ള ഭാഗമാണ് കാണുന്നത്. അത് ഇരയെയാണ് നോക്കുന്നത്, ഇരയെ, അതിൻ്റെ തൊട്ടുമുമ്പുള്ള ആ ഭാഗമാണ്. എന്നാൽ സിംഹം ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിംഹത്തിന് എല്ലാ സ്ഥലങ്ങളും കാണാം. അപ്പം നിൽക്കുന്ന സിംഹത്തെ കാണുന്ന പോലെയല്ല, ഇരിക്കുന്ന സിംഹം ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചുറ്റോട് ചുറ്റും നോക്കും എവിടെ നിന്നാണ് ഇര വരുന്നതെന്ന്. അപ്പോൾ എന്താണ് അവിടെ ചലനങ്ങൾ സംഭവിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ചലനവും ഓരോ നോട്ടവും അതിൻ്റെ ഏതെല്ലാം ഭാഗത്തേക്ക് നോക്കാൻ പറ്റും അതെല്ലാം നോക്കും. എന്നതുപോലെ സിംഹരാജൻ ഇരുന്ന് സസൂക്ഷ്മം ലോകത്തെ അവൻ്റെ കാട്ടിലെ ചലനങ്ങളെ വീക്ഷിക്കുന്നത് പോലെ സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ ആ ദൈവമെന്ന പരമസത്യം, ആ പരമശക്തി, ആ ശക്തി സിംഹാസനത്തിലിരിക്കുന്നു പറയുമ്പോൾ അതിനർത്ഥം ദൈവം ഭരിക്കുന്ന രാജാവാണ്, സർവശക്തിയുള്ള ദൈവമാണ്, എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ്. ആ ദൈവത്തിൻ്റെ കീഴിലാണ് ചരവും അചരവും എന്നാണ് അർത്ഥം. സിംഹാസനസ്ഥൻ എന്ന് പറയുമ്പോൾ സിംഹത്തെ പോലെ ശക്തിയായവൻ, ശക്തനായെന്നർത്ഥം. അപ്പോൾ സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു. അവൻ ആരാണെന്നാണ് അടുത്തത്.
സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. പ്രിയപ്പെട്ട, സൂര്യകാന്തം എന്ന് പറയുമ്പോൾ എന്താണ് സൂര്യകാന്തം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ കാര്യം അത് രത്നത്തെക്കുറിച്ചാണ്. രത്നം, സൂര്യകാന്തത്തിൽ സൂര്യനിൽ നിന്ന് ജ്വലിക്കുന്ന പ്രകാശത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. സൂര്യൻ തുടക്കത്തിൽ ഉദയത്തിൽ സൂര്യൻ്റെ രശ്മികൾക്ക് ചുവന്ന കളറും മഞ്ഞ കളറും കൂടി കൂടിയതാണ്. അസ്തമയത്തിലും അതേ കളറാണ്, അതേ സമയം ആ രീതിയിലുള്ള ഒരു പ്രകാശമാണ് കാണുന്നത്. എന്നാൽ സൂര്യൻ നട്ടുച്ചയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രകാശം മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അത് മഞ്ഞ കളറും ചുവന്ന കളറുമല്ല, അതൊരു എന്താണ് ശക്തിയാണ്. അതിന് പറയുന്നത് അങ്ങനെ ഒരേ സമയം തന്നെ ഒരു വസ്തുവിൽ നിന്ന് പലവിധ നിറങ്ങൾ പുറപ്പെടുന്ന ശക്തിയുള്ള രത്നത്തെ പോലെ ആയിരിക്കുന്ന വ്യക്തി എന്നാണ് അതിനർത്ഥം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ അതിന് വ്യാഖ്യാനം എഴുതപ്പെട്ടിരിക്കുന്നത് സിംഹാസനം തുടങ്ങിയ സ്വർഗത്തിലെ ഓരോ വസ്തുവിനെക്കുറിച്ചും അതിൻ്റെ ഘടന, ഉദ്ദേശ്യം, അർത്ഥം എന്നിവയെ വ്യക്തമാക്കി കൊടുക്കുന്ന ഭാഗമാണ് ഇനി പറയുന്നത്. അതിന് വെളിപാട് 4:3 എന്ന് നമ്മൾ വചനമെടുത്ത് വായിച്ചാൽ അവിടെ വസ്തുക്കൾ എന്നും സൂചക വസ്തുക്കൾ എന്നും ഉദ്ദേശിക്കുന്ന അർത്ഥവുമെന്ന് കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ ലിസ്റ്റ് രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 3 കള്ളിയിട്ട് എഴുതിയ 3 ലൈനായിട്ട്, ഒരു കോളത്തിൽ ഒന്ന്, വേറൊരു കോളത്തിൽ ഒന്ന്, മറ്റൊരു കോളത്തിൽ ഒന്ന്. കാരണം അതിൻ്റെ ഘടന തിരിച്ചാണ് കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതിപ്പോഴാണ് ഒന്ന് സൂര്യകാന്തം മാണിക്യം. വെളിപാട് സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയുമായിരുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: ശോഭ, വിവിധ ശോഭ. അത് പല നിറങ്ങൾ അതിൽ നിന്ന് വരുന്നു. അത് അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നാലും അതിൽ ശോഭ പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നും ഒരുപോലെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്നും ഒരേപോലെ ശോഭയുള്ളവൻ എന്നാണ് സൂര്യകാന്തം, മാണിക്യം. മറ്റൊന്ന് സൂര്യനും പ്രകാശന നക്ഷത്രങ്ങളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴും ദൈവത്തിൻ്റെ സിംഹാസനമായ ആ സിംഹാസനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ആ രാജകീയ അവസ്ഥയിൽ നിന്ന് ഒരു ശോഭയ്ക്കും കുറവ് വരുന്നില്ല എന്നർത്ഥം. രണ്ടാമത് വെളിപാടിൻ്റെ പുസ്തകം 4:4 അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ, അവയിൽ ധവളവസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അപ്പോൾ ആ ശ്രേഷ്ഠന്മാരെ കുറിച്ച് പറയുന്നത് സിംഹാസനത്തിൽ ശ്രേഷ്ഠം, അവരുടെ ശിരസിൽ സ്വർണ്ണക്കിരീടങ്ങൾ. അപ്പോൾ അവിടെ മറ്റു ചില കാര്യങ്ങൾ കുറച്ച് വായിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഓരോ ഘടകങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്വർണ്ണക്കിരീടങ്ങൾ, സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ, ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്കുകടൽ. അപ്പോൾ അത് ഗണം തിരിച്ച് എഴുതി നമ്മൾ പഠിക്കുമ്പോൾ മഴവില്ല്, അതിന് പറയുന്ന പേരാണ്. അത് മഴവില്ല് എന്നത്, അതായത് വേറൊരു സത്യം പറയാം, ഈ സ്വർണം ഉണ്ടാകുന്നതും മഴവില്ല് ഉണ്ടാകുന്നതുമെല്ലാം ഞാൻ ഇതിനു മുമ്പിലൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഗ്നി രൂപത്തോട് വരുന്ന ദ്രവ്യാവസ്ഥ പ്രാപിച്ച വസ്തു, ഒരു വസ്തു അതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിച്ച അവസ്ഥയിലുള്ള വസ്തുവിനെയാണ് ആ വസ്തുവിൻ്റെ ദ്രവ്യാവസ്ഥ, ദ്രാവകം എന്നല്ല ദ്രവ്യം എന്നാണ് എൻ്റെ അർത്ഥം. ഉദാഹരണം നമുക്കറിയാം പെട്രോള് പിന്നെ അത് സംസ്കരിച്ച് എടുത്തു വന്നതിന് അതിൻ്റെ ഏറ്റവും അവസാനം കിട്ടുന്ന ഒരു വസ്തുവാണ് പെട്രോള്. അപ്പോൾ പെട്രോൾ പിന്നെ ഒരു അഗ്നിയിലേക്കാണ് അതിൻ്റെ ചായ്വുള്ളത്. അഗ്നിയുടെ വസ്തുരൂപമാണ് പെട്രോള്. പിന്നെ അതിന് ഒരു സ്ഥലത്തൂടെ മാറാനുള്ളൂ പെട്രോൾ എന്ന വസ്തു, അത് അഗ്നിയായിട്ട് മാറും. അപ്പോൾ അഗ്നിക്ക് തൊട്ടു മുമ്പുള്ള ആ വസ്തുരൂപത്തെയാണ് ദ്രവ്യവസ്തുക്കൾ, ദ്രവ്യാവസ്ഥ പ്രാപിച്ച വസ്തു എന്ന് പറയുന്നത്. അപ്പം ജലം ദ്രവ്യാവസ്ഥ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ജലം നീരാവിയാവുന്നു, നീരാവി മേഘമാവുന്നു, മേഘം 2 ചാർജുള്ള 2 ശക്തിയുള്ള മേഘമായിട്ട് വരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇടിമിന്നൽ പുറപ്പെടുന്നു, ഇടിമിന്നലിൽ നിന്ന് വെളിച്ചം പുറപ്പെടുന്നു, വെളിച്ചവും ഇടിമിന്നലും ഉള്ളിടത്ത് എന്തുകൊണ്ടത് ശബ്ദമുണ്ടാകുന്നു. അപ്പോൾ അതിന് ഏറ്റവും അവസാനം അതിൻ്റെ മിന്നൽപ്പൻ്റെ വെളിച്ചത്തെ നമ്മൾ കാണുന്നു. അപ്പോൾ ജലമെന്ന വസ്തു അതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കുമ്പോൾ എന്തായി മാറുന്നു? അഗ്നിപ്പിണരുകൾ, അഗ്നി എന്ന വെളിച്ചമായിട്ട് മാറുന്നു, ഇടിമിന്നലായിട്ട് മാറുന്നു. അപ്പോൾ ഒരു വസ്തു അതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിക്കുന്നതിനെയാണ് എന്തു പറയുന്നത്? ദ്രവ്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ദ്രവ്യാവസ്ഥ പ്രാപിച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണാവസ്ഥ പ്രാപിച്ച വസ്തുക്കൾ. പിന്നെ ഒന്നും മറ്റൊരവസ്ഥയിലേക്ക് ആ വസ്തു മാറ്റാൻ പറ്റുകയില്ല. അതിന് ഒരു പ്രോസസ്സിങ് ചെയ്തുകൊണ്ട് മറ്റൊരു വസ്തുവിലേക്ക് മാറ്റാൻ പറ്റാത്തത് സ്ഥിരത പ്രാപിച്ച
വസ്തുക്കളെയാണ് അഗ്നിരൂപത്തിൻ്റെ വസ്തുക്കൾ, അഗ്നിരൂപ വസ്തുക്കൾ അഥവാ ദ്രവ്യാവസ്ഥ പ്രാപിച്ച വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൻ്റെ സൃഷ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളെക്കുറിച്ചും വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഇപ്പോഴാണ്. മഴവില്ല് എങ്ങനെയാണ് മഴവില്ലുണ്ടാകുന്നത് നമുക്കറിയാം. വായുവിൽ നിന്നാണ് മഴവില്ലുണ്ടാകുന്നത്. വായുവിൽ മേഘത്തിൻ്റെ അംശം ഉണ്ടായിരിക്കുകയും സൂര്യപ്രകാശങ്ങൾ ചെരിഞ്ഞു പതിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിറമാണ് മഴവില്ല്. അപ്പോൾ ആ മഴവില്ല് സ്വർഗത്തിലുണ്ടെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ എന്താണ്? അത് കിരീടമായിട്ടാണ് കർത്താവിന് ചുറ്റും, സർവശക്തനായ ദൈവത്തിന് ചുറ്റും കിരീടമായിട്ട് വരുന്നു. അത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? രാജാവ് ആണ് എന്നതിൻ്റെ തെളിവ് പ്രപഞ്ചത്തിലെ വസ്തുരൂപം തെളിയിക്കുകയാണ്. ഈ മഴവില്ല് പോലെ ചുറ്റും കാണുന്ന ഈ സംഭവം, ഇതിനുള്ളിലിരിക്കുന്ന വ്യക്തി രാജാവാണ്. അത് പ്രപഞ്ചത്തിൻ്റെ രാജാവാണ്, ഭൂമിയിലെ രാജാവല്ല, പ്രപഞ്ചത്തിൻ്റെ രാജാവാണെന്നാണ് അത് പറയുന്നത്. അത് മറ്റൊന്ന് നിറങ്ങൾ. ഈ 7 നിറങ്ങളും സ്വർഗത്തിലുണ്ടെന്നും ആ 7 നിറത്തിൻ്റെ ശോഭ പോലെയുള്ള ഒരു വ്യക്തിയാണ് ഇതിനുള്ളിലിരിക്കുന്നതെന്നും തെളിയിക്കുന്നതാണ് മഴവില്ല്. അടുത്താണ് ധവളം. ധവളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെളുപ്പെന്നർത്ഥം. അതിന് പ്രകാശം എന്നും അർത്ഥമുണ്ട്, വിശുദ്ധി എന്നും അർത്ഥമുണ്ട്. അപ്പം ധവള വസ്ത്രധാരികൾ എന്ന് പറയുമ്പോൾ പ്രകാശം ചൊരിയാൻ കഴിവുള്ളവരാണ്, അവർ വിശുദ്ധിയുള്ളവരാണ്. മറ്റൊന്ന് സ്വർണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ലോഹങ്ങളുടെ രാജാവുമായ വസ്തുവാണ് സ്വർണം അഗ്നിരൂപം പ്രാപിച്ചു. അത് സ്വർണത്തെ വീണ്ടും പ്രോസസ്സ് ചെയ്താൽ എന്തായിട്ട് മാറും? അത് തങ്കമായിട്ട് മാറും. തങ്കം എന്ന വസ്തു കൊണ്ട് സ്വർണം അതിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിച്ചു. അപ്പോൾ സ്വർണത്തെ നമ്മൾ കാണുന്നത് ലോഹങ്ങളിൽ ശ്രേഷ്ഠതയുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായ ലോഹം എന്നാണ് സ്വർണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് മിന്നൽപ്പെടൽ. അതിന് ശക്തിയുണ്ട്. മിന്നൽപ്പെടലിൽ ഏറ്റവും ചൂടുള്ള വസ്തു, ഭൂമിയിൽ ഏറ്റവും ചൂടുള്ള അഗ്നി എന്ന് പറയുന്നത് മിന്നൽപ്പെടലാണ്. അതിനകത്തെ ശക്തി ആണവ ശക്തി പോലെ അത്രമാത്രം ശക്തമായ ശക്തിയുള്ളതാണ്. അപ്പോൾ മിന്നൽപ്പെടൽ ശക്തിയെന്നും അതിന് അഗ്നി എന്നും പേരുണ്ട്. അടുത്ത ഇടിമുഴക്കത്തിന് എന്താ പറയുക? സ്വർഗത്തിലെ ഇടിമുഴക്കത്തിന് പറയുന്നത് അവിടെ സ്വരം എന്നാണ് പറയുന്നത്. അവിടെ സ്വരം, ആ സ്വരത്തിന് മറ്റൊരു പേരുണ്ട്, വലിയ സ്വരത്തിൽ വിളിച്ചു പറയുന്നത് ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇടിമുഴക്കത്തിൻ്റെ രൂപത്തിൽ സംസാരിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം എന്ന് ഇതിൻ്റെ സ്വർഗത്തിൽ അർത്ഥമാക്കുന്നത് ഒന്ന് ശബ്ദമാണ്, മറ്റൊന്ന് അവിടെ ഇടിമുഴക്കം പോലെ അത്ര വലിയ ശബ്ദമുണ്ട്. അപ്പോൾ ഇടിമുഴക്കം, സ്വരം, വലിയ സ്വരം. അടുത്തൊന്ന് തീപ്പന്തം. 7 തീപ്പന്തങ്ങൾ കണ്ടു. തീപ്പന്തങ്ങൾ ഇവ ദൈവത്തിൻ്റെ സപ്താത്മകളാണ്. സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്കടൽ. അപ്പോൾ തീപ്പന്തത്തെക്കുറിച്ച് എന്താണ് തീപ്പന്തം കൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവം, അതാണ് ആത്മാവ്. 7 ആത്മാക്കൾ ദൈവത്തിന് മുമ്പിൽ പന്തം പോലെ ജ്വലിച്ചിരിക്കുകയാണ്. പന്തം എന്ന വസ്തുവില്ല, ആ ആത്മാവായിട്ട് മാത്രം ഇങ്ങനെ അന്തരീക്ഷത്തിൽ തീ പോലെ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അതിന് തണ്ടോ താങ്ങോ ഒന്നുമില്ല, അതിങ്ങനെ അന്തരീക്ഷം ജ്വലിച്ച് 7 എണ്ണം നിൽക്കുകയാണ്. അതാണ് 7 ആത്മാവ്. അതിന് ഭൂമിയിൽ അർത്ഥമാക്കുന്നത് സഭയെന്നും ജീവനെന്നാണ്, ആത്മീയ ജീവൻ. അത് ഭൂമിയിലെ അർത്ഥം സഭയെന്നും സഭയിലെ ആത്മീയ ജീവനുമെന്നാണ് ഭൂമിയിലെ അർത്ഥം. മറ്റൊന്ന് പളുങ്കുകടൽ എന്ന് പറയുമ്പോൾ എന്താണ് അതിന് അർത്ഥമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജനസമുദ്രത്തെയാണത്. വിശുദ്ധ ജനങ്ങളുടെ ഒരു കൂട്ടം, നൈർമല്യമുള്ള സ്ഫടികം പോലെ തെളിഞ്ഞതും സ്ഫടികം പോലെ നല്ല ചില്ലുപോലെ, കണ്ണാടി ചില്ല് പോലെ കാണാവുന്നതുമായ, അപ്പുറം ഇപ്പുറം കാണാവുന്നതുമായ നൈർമല്യമുള്ള വിശുദ്ധിയുള്ള ഒരു നൈർമല്യമുള്ള ജനത്തെയാണ് പളുങ്ക് കടൽ എന്നുകൊണ്ട് അർത്ഥം. കടലല്ല, അന്നേരം വെള്ളം ഉള്ള സമുദ്രമല്ല, ആ ജനങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന വിശുദ്ധിയുള്ള ഒരു ജനങ്ങളുടെ കൂട്ടത്തെയാണ് പളുങ്ക് കടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉദ്ഘോഷിക്കുക. അവരിങ്ങനെ പരിശുദ്ധൻ ഉദ്ഘോഷിച്ചു എന്ന് പറഞ്ഞത്. ഉദ്ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹൃദയസ്വരമാണ്. ഉത്ഭവം. എന്ന് പറഞ്ഞാൽ ഉത്ഭവം എന്ന ഉത്ഭവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന സ്വരത്തെയാണ് ഉദ്ഘോഷിക്കുക എന്ന് പറയുന്നത്. അത് ഇന്ദ്രിയങ്ങളുടെ ബോധപൂർവമായ സ്വരമാണ്. അതായത് സ്വർഗത്തിലെത്തിയ വ്യക്തിയുടെ ബോധപൂർവമായ സ്വരം ഒരേ ഒരു സ്വരമേ ഉള്ളൂ, അത് ഉദ്ഘോഷിക്കലാണ്. അപ്പോൾ ഉദ്ഘോഷിക്കൽ എന്ന് പറഞ്ഞാൽ അത് ഹൃദയസ്വരമാണ്. ഹൃദയത്തിൽ നിന്നാണ് സ്വരം വരുന്നത്. അത് ഇന്ദ്രിയങ്ങളുടെ ബോധ്യത്തോടു കൂടി യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തിക്കൊണ്ടുള്ള സ്വരമാണ് എന്നർത്ഥം. അടുത്ത് വീണയുടെ സ്വരം പോലുള്ള സ്വരം അവിടുന്ന് കേട്ടുമെന്ന് ഈ വിസ്തൃതി പറയുന്നുണ്ട്. ഈ വെളിപാടിൻ്റെ 4-ാം അധ്യായത്തിൽ ആ വീണയുടെ സ്വരം സ്ത്രീയുടെ സ്വരം എന്നാണ് അർത്ഥം. സംഗീതം സ്വരങ്ങളുടെ രാജാവ്. അപ്പോൾ സംഗീത സ്വരം, അതായത് സ്ത്രീകളാണ് പൊതുവെ നന്നായിട്ട് പാടുന്നതാണല്ലോ നമ്മുടെ കണക്കൂട്ടൽ.
അപ്പോൾ സ്ത്രീ സ്വരം സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകളും സ്വർഗത്തിൽ, കാരണം സ്ത്രീയെ മാറ്റി നിർത്താൻ പറ്റില്ല, സ്ത്രീയെ ദൈവം തന്നെ സൃഷ്ടിച്ചാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച സ്ത്രീകളുടെ സ്വരവും സ്വർഗത്തിലുണ്ടെന്ന് അർത്ഥം. വീണയുടെ സ്വരം, സ്ത്രീ സ്വരം, സംഗീതം, സ്വരങ്ങളുടെ രാജാവ്. അത് അടുത്ത് പരിമളദ്രവ്യം. പരിമളദ്രവ്യം എന്നുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത് കുന്തിരിക്കത്തിൻ്റെ മണമാണ്. അതിന് ഭൂമിയിൽ അത് പ്രാർത്ഥനകൾ എന്നാണ് പറയുന്നത്, പ്രാർത്ഥനകൾ. സ്വർഗത്തിൽ അത് പരിമളത്തിന് ദ്രവ്യമാണെങ്കിൽ ഭൂമിയിൽ അത് പ്രാർത്ഥനകൾ. അപ്പോൾ പരിമളദ്രവ്യം എന്ന് പറഞ്ഞാൽ കുന്തിരിക്കത്തിൻ്റെ ഗന്ധം സ്വർഗത്തിലുണ്ട്, മറ്റൊന്ന് അത് പ്രാർത്ഥന, ഭൂമിയിൽ അത് പ്രാർത്ഥന. എന്നാൽ അവിടെ ചെന്ന് വരുമ്പോഴോ അത് ഉദ്ഘോഷിക്കുകയാണ്, ആരാധനയാണ്. മറ്റൊന്ന് ഹല്ലേലൂയ, അതിന് ഏകസ്വരമാണ്. അത് ദൈവമഹത്വത്തെ മനുഷ്യസ്വരമായി പ്രഖ്യാപിക്കുന്നു. അതായത് ഹല്ലേലൂയ എന്ന് സ്വർഗനിവാസികൾ വളരെ പെരുവെള്ളത്തിൻ്റെ ശബ്ദം പോലെ 10,000 മനുഷ്യർ അല്ലെങ്കിൽ 1 കോടി മനുഷ്യർ ഒരേ സ്വരത്തിൽ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെ ഒരു ശക്തമായ സ്വരത്തെ വരുന്നതിന് അതിന് ഏകസ്വരമാണ്. 1 കോടി ജനം ഒരേ സ്വരത്തിൽ ഒരേ സമയത്ത് ഒരേപോലെ ശബ്ദിക്കുന്നതിനെയാണ് ഹല്ലേലൂയ എന്ന് പറയുന്നത്. അത് മഹത്വത്തിൻ്റെ സ്വരമാണെന്നാണ് കർത്താവ് പറയുന്നത്. അത് ഹല്ലേലൂയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിന് ഏകസ്വരം എന്നൊരർത്ഥമുണ്ട്. അത് ദൈവമഹത്വത്തെ മനുഷ്യൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്വരമായിട്ടും കർത്താവ് സ്വർഗത്തിൽ കാണുന്നുണ്ട്. അടുത്ത സ്ഫടികം. സ്ഫടികം എന്ന വാക്കിനർത്ഥം നൈർമല്യം, നിർമ്മലത, വിശുദ്ധജനം എന്ന് ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞത്. അടുത്ത സമചതുരം. സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമചതുരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. സ്വർഗ സമചതുരമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. അപ്പോൾ ആ സമചതുരത്തിന് ദൈവം സ്വർഗത്തിൽ അർത്ഥമാക്കുന്ന അർത്ഥം സുസ്ഥിരത എന്നാണ്. സുസ്ഥിരത എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്, കൃത്യ അളവുള്ളത് എന്നാണ് ആ സമചതുരം എന്നതുകൊണ്ട് ദൈവം ഭൂമിയിൽ അർത്ഥമാക്കുന്നത്. ഭൂമിയിൽ അർത്ഥമാക്കുന്ന അതേ സംഭവം തന്നെയാണ് സ്വർഗത്തിലുള്ളത്. അതായത് സ്വർഗം സമചതുരമാണ്. അതിന് സുസ്ഥിരത എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ടും മാറാത്തത്, സ്ഥിരമായിട്ടിരിക്കുന്നത്, ശാന്തമായിട്ടിരിക്കുന്നത് എന്നർത്ഥം. അത് മറ്റൊരർത്ഥം സമയത്തിനർത്ഥം കൃത്യമായ അളവുള്ളത്. അതായത് 100 മീറ്റർ നീളം, 100 മീറ്റർ ഉയരം, 100 മീറ്റർ വീതി, 100 മീറ്റർ കനം. അതാണ് സമചതുരം. അത് സ്വർഗം സമചതുരമാണെന്നുള്ളൊരു അർത്ഥം ദൈവം അർത്ഥമാക്കുന്നത്. സമചതുരം എന്നുകൊണ്ട് സുസ്ഥിരത, കൃത്യമായ അളവ് എന്നർത്ഥം. അടുത്ത തനിത്തങ്കം. അതിന് പരിശുദ്ധ ലോകം എന്നാണ് അർത്ഥം. തനിത്തങ്കം അഗ്നിയുടെ മൂലലോക വസ്തുവാണ് അത്. അതായത് സ്വർണം അതിൻ്റെ ഭൂമിയിൽ നിന്ന് അയിരായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്ത് അത് സ്വർണ്ണമാക്കി, അയിരാക്കി രൂപാന്തരപ്പെടുത്തി സ്വർണ്ണമാക്കി, സ്വർണ്ണത്തെ തന്നെ കാരറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പിന്താക്കി അതിൻ്റെ അവസാനത്തെ എൻ്റെ ഏറ്റവും വലിയ ഡിഗ്രി ചൂടാക്കി കഴിഞ്ഞപ്പോൾ തങ്കമായിട്ട് മാറി. അപ്പോൾ സ്വർണം എന്നതിന് തനിത്തങ്കം എന്നാണ്, അച്ചസ്ഫടിക തുല്യമായ തനിത്തങ്കം എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇതോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുടെ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ബൃഹത്വവും ഉന്നതവുമായ 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. 12 കവാടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരിക്കൽ മാത്രം പ്രവേശിക്കുന്ന വാതിലിനെയാണ് കവാടങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കർത്താവ് പറയുന്നതാണ്, നമ്മൾ പറയുന്ന സ്വർഗത്തിന് 12 കവാടമുണ്ട്. ഒരു വശത്ത് 3 എണ്ണം, അതിൻ്റെ എതിർവശത്ത് 3 എണ്ണം, പിന്നെ അതിൻ്റെ 4 സൈഡിലുമായിട്ട് 3 എണ്ണം വെച്ച് 12 കവാടങ്ങൾ എന്നാണ്. ആ കവാടം എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് ഒരിക്കൽ മാത്രം പ്രവേശിച്ച് പോകുന്ന വാതിൽ. അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു സ്ത്രീയിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞ് ജനിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് പിന്നെ അത് കുഞ്ഞ് പ്രായത്തിൽ പോയി 90 വയസ്സായ ഒരു മകൻ അല്ല ഒരു വ്യക്തി ഉണ്ടോ എന്ന് വിചാരിക്കുക, പിന്നെ ആ കുഞ്ഞിന് ഒരിക്കലും തിരിച്ചമ്മയുടെ ഉദരത്തിലേക്ക് കയറി പോകാൻ പറ്റില്ല. അത് ഒരിക്കൽ ആ കവാടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആ കവാടം എന്നേക്കുമായി അടയുകയും ഒരിക്കൽ ഒരു വ്യക്തിയെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടി മാത്രം തുറക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലത്തെയാണ് കവാടം എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. അടുത്ത് 12 ദൂതന്മാർ. ഇത് ഇസ്രായേലിലെ 12 ഗോത്ര തലവന്മാരാണ്. അതായത് ബെഞ്ചമിൻ ഗോത്രം, റൂബൻ ഗോത്രം, നഫ്താലി ഗോത്രം എന്ന് 12 ഗോത്രമുണ്ട്. അതിന് ദൂതന്മാരെന്ന് പറയുന്നത്, ദൂതൻ എന്നുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത് 12 ഗോത്ര തലവന്മാരാണ്. അതുപോലെ അതിലെ അടിസ്ഥാനങ്ങളും 12 അത് യേശുവിൻ്റെ ശിഷ്യന്മാരും അപ്പസ്തോലന്മാരെയാണ് അടിസ്ഥാനങ്ങളെന്ന് പറയുന്നത്. അതുപോലെ മതിലിൻ്റെ അടിസ്ഥാനങ്ങളും 12 അത് യേശുവിൻ്റെ ശിഷ്യന്മാരും അതായത് അപ്പസ്തോലന്മാരും എന്ന് പറഞ്ഞാൽ ഈ മതിലുകളുടെയൊക്കെ അടിസ്ഥാനം ഇട്ടിരിക്കുന്ന യേശുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ കൂടിയാണ്. കവാടത്തിൻ്റെ വാതിലിൽ ദൂതന്മാർ ഇരിക്കുന്നു. ഈ ദൂതന്മാരറിയാതെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. അപ്പസ്തോലന്മാരുടെ അടിസ്ഥാനവും കവാടങ്ങളിലെ ദൂതന്മാരും അറിയാതെ സ്വർഗത്തിൻ്റെ ഉള്ളിൽ പ്രവേശനമില്ല. അതിൻ്റെ അർത്ഥം ദൂതൻ
ദൂതന്മാരറിയാതെ ഇസ്രായേൽ ജനമോ അപ്പസ്തോലന്മാരറിയാതെ ക്രിസ്ത്യാനികൾക്കോ സ്വർഗത്തിൽ പ്രവേശനമില്ല. അതായത് ഇസ്രായേൽ ജനം പ്രവേശിക്കണമെങ്കിൽ 12 ഗോത്രങ്ങളിൽ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം. ക്രിസ്ത്യാനികൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ 12 അപ്പസ്തലന്മാരിൽ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം. അവിടെ വരുമ്പോഴാണ് കത്തോലിക്ക സഭയുടെ മഹത്വവും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അവിടെ വരുമ്പോഴാണ് കൗദാശിക തലം, കൂദാശികളുടെ മഹത്വം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു രഹസ്യം വേറെയും കിടപ്പുണ്ട്. അത് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. എന്താണ് യോഹന്നാൻ സുവിശേഷം പറയുന്നത് അറിയാമോ? എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. എന്നെയും എൻ്റെ പിതാവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്. അപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുക എന്ന് പറയുന്നത് അപ്പസ്തോലന്മാരിൽ കൂടെ തന്ന ആ കുർബാന, അപ്പം മുറിക്കൽ, ആ ശുശ്രൂഷയാണ്. അതാണ് അപ്പസ്തോലന്മാരിൽ കൂടെ വന്നത്. അപ്പോൾ എന്നെ വിശ്വസിക്കുന്നവൻ, ഒരു വിജാതിയൻ, ഒരു അക്രൈസ്തൻ, ഒരു മുസ്ലിം സഹോദരൻ, ഒരു ഹിന്ദു സഹോദരൻ, ഒരു ചൈനക്കാരൻ, ഒരു ബുദ്ധമതക്കാരൻ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നു. യേശുവാണ് ദൈവം നാം കണ്ടെത്തുന്നു അവസാന കാലഘട്ടങ്ങളിൽ. അപ്പോൾ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അവിടെ ഈ അപ്പസ്തോലന്മാരും അറിയേണ്ട ആവശ്യമില്ല, ഈ 12 ഗോത്രത്തലന്മാരും അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. അല്ല, ഈശോ പറയുന്നുണ്ട്, യുഗാന്ത്യത്തിൽ കർത്താവ് വലയെറിയും. വലയെറിഞ്ഞ് കഴിയുമ്പോൾ ഈ വലയിൽ ഉടക്കി അനേകം മത്സ്യങ്ങൾ ഈ വലയ്ക്കുള്ളിലേക്ക് കയറി വരും. അപ്പോൾ അങ്ങനെ കയറി വരുന്ന 153 മത്സ്യങ്ങളുണ്ടായിരുന്നു കർത്താവ്. അപ്പോൾ 153 രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന, 153 വിഭാഗത്തിൽ വരുന്ന, 153 ഭാഷകൾ സംസാരിക്കുന്ന എല്ലാവിധ ജനങ്ങളും അവസാന കാലഘട്ടങ്ങളിൽ സർവശക്തനായ യേശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവമെന്ന് പ്രപഞ്ചത്തിലുണ്ടാകുന്ന വകഭേദങ്ങൾ, വ്യത്യാസങ്ങൾ കണ്ട് ഭയന്നും പേടിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും അവസാന കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവമെന്ന് എല്ലാ മനുഷ്യരും ഏറ്റുപറയുന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുമെന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം നിഗൂഢത നിറഞ്ഞ ചില കാര്യങ്ങളാണ് സ്വർഗത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തു വെച്ച് ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വെളിപാടിൻ്റെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ സ്വർഗത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് വന്നിരിക്കുന്ന മഴവില്ല്, സ്വർണം, മിന്നൽ പിണർ, ശബ്ദം, ഇടിമുഴക്കം, തങ്കം, തീപ്പന്തം, പളുങ്ക്, രത്നം, ഈ വസ്തുക്കളെല്ലാം, ഇത്തരം വസ്തുക്കൾ കൊണ്ടാണ് സ്വർഗം നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇത്തരം വസ്തുക്കളെല്ലാം അഗ്നിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ദ്രവ്യവസ്തുക്കളാണെന്നും ഒരു വസ്തുവിൻ്റെ പൂർണ്ണാവസ്ഥ പ്രാപിച്ച ദ്രവ്യാഗ്നിയിലുള്ള ദ്രവ്യവസ്തുക്കളാൽ നിർമ്മിതമായ പ്രത്യേക സ്ഥലമാണ് സ്വർഗരാജ്യമെന്നും വളരെ വ്യക്തമായിട്ട് ശാസ്ത്രീയമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തൊരു സാങ്കല്പിക തലത്തിൽ കൂടെ അല്ല സ്വർഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിന് വ്യക്തമായ അളവുണ്ട്. വ്യക്തമായ അളവോട് കൂടിയിട്ടാണ് കർത്താവ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആകൃതി പറയുന്നുണ്ട്. അതിൻ്റെ ആകൃതി എന്താണ് പറയുന്നത്? സമചതുരമാണെന്നാണ് പറയുന്നത്. സമചതുരത്തിന് മറ്റൊരർത്ഥം കൂടി ദൈവം അർത്ഥമാക്കുന്ന അർത്ഥമുണ്ട്. ആ അർത്ഥം ഇതാണ്. അത് നിഗൂഢ രഹസ്യമാണ്. വലിയ നിഗൂഢ രഹസ്യത്തിൻ്റെ ഒരു കലവറ ഞാൻ പൊളിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇത് വിളമ്പിത്തരികയാണ് പ്രിയ സഹോദരങ്ങളെ. എന്താണ്? ലോകം കണ്ടിട്ടുള്ളിൽ വെച്ച് എല്ലാ ഗ്രഹങ്ങളും, സൂര്യനായാലും ചന്ദ്രനായാലും ഭൂമിയായാലും മറ്റ് ഗ്രഹങ്ങളെല്ലാം ഗോളാകൃതിയാണ്, ഉരുണ്ടതാണ്. എന്നാൽ സ്വർഗത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്വർഗം ഈ ഗോളമായ എല്ലാ ഗ്രഹങ്ങളെയും, ഈ ലോകത്തെ പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും, നക്ഷത്രമായാലും യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ വരെയുള്ള എല്ലാ ഗ്രഹങ്ങളും ഉരുണ്ടതായതുകൊണ്ട് അതിനെ ഉരുട്ടി തന്നെ കർത്താവ് മാറ്റും. എന്നേക്കും ഉരുണ്ട് മാറും, അത് ഇല്ലാതെയാകും, കറങ്ങി മാറും, ഇല്ലാതെയാകും എന്നർത്ഥം. എന്നാൽ സമചതുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വർഗം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു എന്ന് കർത്താവ് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ അടുത്ത ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനർത്ഥം ഇതാണ്, സ്വർഗം സമചതുരമായതുകൊണ്ട് ഇത് ഉരുണ്ട് മാറുകയില്ല, നിരങ്ങി മാറുകയില്ല, സുസ്ഥിരമാണ്, ഉറപ്പായിട്ടിരിക്കും. അത് സമചതുരമാണ്, അത് തുല്യ അളവുള്ളതാണ്, അത് ഭംഗിയുള്ളതാണ്, അതിനൊരു അളവുണ്ട്, അതിനൊരു നിശ്ചിത ആകൃതിയുണ്ട് എന്നാണ് അർത്ഥം. ഇത്രമാത്രം വ്യാഖ്യാന അർത്ഥങ്ങളുള്ള ആ സ്വർഗത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് പ്രിയ ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തെല്ലാം വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, അതെല്ലാം ദ്രവ്യ വസ്തുക്കളാണ് നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞു. അതിൻ്റെ അളവ് പറയുന്നുണ്ട്. 2250 കിലോമീറ്റർ നീളവും 2250 കിലോമീറ്റർ വീതിയും 2250 കിലോമീറ്റർ ഉയരവും 2250 കിലോമീറ്റർ കനവുമുള്ള സമചതുരത്തിൻ്റെ ഒരു കട്ടയാണ് സ്വർഗരാജ്യം. അത്ര വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വിസ്തീർണത്തിൽ. അത് വിസ്തീർണത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നെ അതുണ്ട്. ആ കാര്യം കൂടെ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം. പക്ഷേ അതിനു മുമ്പ് കുറച്ചുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അറിയേണ്ട ഒരു സത്യം കൂടെ പറഞ്ഞു തരാം. പക്ഷേ സമയം ഒരുപാടായതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ ഇത്രയും ആദ്യം കേട്ട് മനസ്സിലാക്കുക.
ഇതിൻ്റെ കുറച്ചുകൂടെ വിശദ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം. കാരണം ഒരുപാട് സമയമാകുന്നതിൽ അർത്ഥമില്ല. സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാനാണ് ചില വ്യക്തികൾ പറയുന്നത്. കാരണം ഒരുപാട് സമയം, അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊന്നും ഇരിക്കാൻ അവർക്ക് താല്പര്യമില്ല. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നും ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് വ്യക്തമായിട്ട് പഠിക്കണം എന്നുള്ളൊരു 1.5 മണിക്കൂർ ക്ലാസ് ഇട്ടാലും കുഴപ്പമില്ല, 2 മണിക്കൂറിൻ്റെ ക്ലാസ് ഇട്ടോ ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ 2 കൂട്ടരുകളെ മാനിച്ചുകൊണ്ട് സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെപ്പോഴാണ്? പാതാളം പ്രത്യക്ഷമാകുന്ന സമയം ഉണ്ടാകുന്ന സമയത്ത് തന്നെ സ്വർഗം എന്നതും പ്രത്യക്ഷമാവും. പാതാളം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, അത് യാഥാർത്ഥ്യമാണ്. അതിന് പച്ചസന്ധ്യ എവിടെയാണ് പാതാളം ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ പാതാളം പ്രത്യക്ഷമാകുന്നൊരു സമയമുണ്ട്. അത് വിസ്തീർണത്തിൻ്റെ സമയം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നത്? അതിൻ്റെ ലോകാസന കണക്കിലൂടെ എന്ന് പറയുന്നത് 2034 ഫെബ്രുവരി 15-ാം തീയതി സൂര്യനും ചന്ദ്രനും ഭൂമി അപ്രത്യക്ഷമാകുന്ന സമയത്ത് ഈ പാതാളം സൃഷ്ടിക്കപ്പെടുമെന്നും, അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് യേശു സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വന്നുകൊണ്ട് സകല വിശുദ്ധന്മാരോടൊപ്പം ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന് ഈ ഭൂമിയിൽ മരിച്ചുപോയ സകല മനുഷ്യനെ ഉയർപ്പിച്ചുകൊണ്ട് കർത്താവ് വാനമേഘങ്ങളിൽ എടുക്കപ്പെട്ട് നിത്യജീവനിലേക്ക് പറന്ന് ആ സ്വർഗമെന്ന ആ സമചതുര കട്ടയ്ക്കുള്ളിലേക്ക് ഒരു പ്രത്യേക വാതിലൂടെ നമ്മുടെ ഇതാണ് വിശുദ്ധ തോമാസ് ലീഗയുടെ തോമാസിൽ നിൽക്കുന്ന വാതിലിൽ കൂടെ നമുക്കുള്ളിലേക്ക് പ്രവേശിച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സ്വർഗം അടയ്ക്കപ്പെട്ടു. ആ സമചതുരം 2250 കിലോമീറ്റർ നീളവും വീതിയും ഉയരവും കനവും സമചതുരമുള്ള ആ സ്വർഗരാജ്യത്തിൻ്റെ ഉള്ളറയിൽ പിന്നെ വരുന്ന കാര്യങ്ങൾ അടുത്ത ദിവസം ഞാൻ പറയാം. അതിനർത്ഥം എന്തൊക്കെയാണ് സംഭവിക്കുക, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് ശാസ്ത്രീയമായിട്ട് പറയാം. നിങ്ങൾക്ക് ഒരു സാങ്കല്പിക കഥയായിട്ടല്ല, ഇതിങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സ്വർഗത്തെക്കുറിച്ച് ഇന്ന് വരെ കേരളത്തിലോ ലോകത്തിലോ ഭൂമിയിലോ ആർക്കും ഇതുപോലെ പറയാൻ പറ്റിയെന്ന് വരികയില്ല. കാരണം ഇതുപോലെ വെളിപ്പെട്ട് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെളിപ്പെട്ട് കിട്ടിയ എളിദാസനെ കൂടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയണം. ഇപ്പോൾ കേൾക്കുന്ന വ്യക്തിയുടെ ആത്മാവ് കേൾക്കുന്ന വ്യക്തിയോട് തന്നെ പറയണം, ഇത് കറക്റ്റാണ്, ഇതാണ് ശരിയെന്ന് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് എഴുതപ്പെട്ടിരിക്കുന്ന വചനവും കറക്റ്റാണ്. ഈ വചനം കറക്റ്റാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഇത് രണ്ടും കറക്റ്റാണെന്ന്, ശരിയാണെന്ന് നിങ്ങളുടെ ആത്മാവ് സമ്മതിക്കുമ്പോൾ ആ സമ്മതത്തിൽ സ്വർഗം നിങ്ങൾക്ക് ദർശനത്തിൽ കാണാൻ പറ്റും. കാണാൻ പറ്റും. അങ്ങനെ നമ്മളെ കാണിക്കുന്നത് അതിന് വിശുദ്ധിയുടെ അളവും തലവുണ്ട്. അങ്ങനെ കാണാൻ പറ്റുമ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് എഴുതിയ ദർശനങ്ങളുടെ കുറിച്ചാണ് എഴുതിയതാണ് ശരിക്കും യോഹന്നാൻ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മുടെ ജഡം എന്ന ശരീരം വളരെ വേദന അനുഭവിച്ച് മരിക്കാറായ ഒരു ശരീരത്തിൻ്റെ അവസ്ഥയിൽ യോഹന്നാൻ ഇരിക്കുമ്പോഴാണ് ആത്മാവ് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്നതെന്നും ദർശനത്തിൽ കൂടെ യോഹന്നാൻ എഴുതുന്നതും നമുക്കറിയാം. അതേപോലെ നമ്മളാണേലും നമ്മുടെ ശരീരത്തിൻ്റെ ഈ ജഡമോഹത്തെക്കുറിച്ച് കുറവ് വരുത്തിക്കൊണ്ട് ജഡത്തിലുള്ള ആശ്രയവും ജഡത്തിലുള്ള താലോലിക്കലും ജഡത്തോടുള്ള സ്നേഹവും നമ്മുടെ ശരീരത്തോടുള്ള താല്പര്യം നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആത്മീയ കാഴ്ചപ്പാടിൻ്റെ ശക്തി നമ്മൾ വർദ്ധിപ്പിച്ച് കൊണ്ടിരുന്ന അനുസരിച്ച് നമുക്ക് ദർശനവും ദർശനവരങ്ങളും ദാർശനികതയും വ്യാഖ്യാനവും എനിക്കെന്നല്ല ഈ ലോകത്ത് ആർക്കും കിട്ടും. പ്രിയപ്പെട്ടവരെ, ആർക്കും എനിക്ക് വേണ്ടി മാത്രമായിട്ട് കർത്താവ് ഒരുക്കി തന്ന ഒരു പ്രത്യേകതയൊന്നുമില്ല, എനിക്കൊരു പ്രത്യേകതയില്ല. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധിയുടെ അളവ് ഇതുപോലെ പടിയായിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കുമ്പോഴാണ് നമുക്കിത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമാകുന്നത്. അല്ലാതെ ഈ ലോകത്തിലെ ജഡമോഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയും ഇത് സത്യമാണ് തോന്നില്ല. അവർക്ക് ഇതല്ല ഇതിനപ്പുറത്തേക്ക് പറഞ്ഞാലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് മരിച്ചവരുടെ ഉയർപ്പ് പൊതുവെ ആരും അംഗീകരിക്കുന്നില്ല. അത് നമ്മൾ വിശ്വാസ തലത്തിൽ അംഗീകരിക്കും. ഇത് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, സുവിശേഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവരുടെ ഉയർക്കുന്ന പറഞ്ഞേക്കുന്നത്. ഓക്കെ, പുനരുത്ഥാനം ഉണ്ട്, എപ്പോഴെങ്കിലും നടക്കട്ടെ, ഈ കാഴ്ചപ്പാടാണ്. പക്ഷേ ഇതിനകത്തൊരു ശാസ്ത്രീയ വശമുണ്ട്. മരിച്ചവരുടെ ഉയർപ്പിനെ പറ്റി ശാസ്ത്രീയ വശമുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതിനകത്ത് 6ാമത്തെ കാഹളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാഖ്യാന അർത്ഥവും കൂടിയാണ്. അതുകൂടെ ഭയങ്കര നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലാണ് ഇത്. അതങ്ങനെ തന്നെ വെളിപ്പെട്ട് കിട്ടിയ രീതി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൂടെ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ അത്ഭുതകരമായ സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തരാം. അതുവരെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ നമുക്ക് ഈശോയോട് കൂടെ നിത്യജീവനിലേക്ക് 6 യുഗം പൂർത്തിയാക്കി 7ാം യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ മഹത്തായ സംഭവം, ആ മഹത്തായ പ്രപഞ്ചത്തിൻ്റെ അപ്രത്യക്ഷീകരണവും ഉരുണ്ട് മാറുന്ന ഗോളങ്ങൾ ഉരുണ്ട് മാറ്റിക്കൊണ്ട് അതിനെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് പിന്നെ പ്രപഞ്ചത്തിൽ സ്വർഗവും പാതാളവും എന്ന 2 തലങ്ങൾ മാത്രം പ്രപഞ്ചത്തിൽ. ലോകത്തിൽ നക്ഷത്രങ്ങളുണ്ട്, മറ്റ് അനേകം ഉൽക്കകൾ ഒക്കെ ഉണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. ഓക്കെ, അതവിടെ നിന്നോട്ടെ. അതെല്ലാത്തിനെയും മാറ്റിക്കൊണ്ട് പാതാളമെന്ന ഒരു സത്യവും സ്വർഗമെന്ന മറ്റൊരു സത്യവും മാത്രമായിട്ട് പ്രപഞ്ചം അവശേഷിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അപ്രത്യക്ഷീകരണമാണ്
ഇനി ഈ യേശുവിൻ്റെ വരവിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ മനസ്സിലാക്കണം. അതും കൂടെ നമ്മുടെ തലയിൽ ട്യൂൺ ചെയ്ത് വെച്ചുകൊണ്ട് ചിന്തിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റിയും കൂടെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് പഠിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് പരമയാഥാർത്ഥ്യമാണ്. അതിനകത്തോട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഇപ്പുറത്ത് ഉള്ള അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കുക. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തു നമ്മിൽ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തി തരട്ടെ. ഇത് കേൾക്കുന്ന മനുഷ്യരിൽ ആത്മാവിൻ്റെ നിറവും ശക്തിയും നിറഞ്ഞ് സ്വർഗീയ മഹത്വത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അനുവദിക്കട്ടെ. ആമേൻ.